കയ്പ്പക്ക പിന്നെ പാവക്ക ഇതിനെ കൊണ്ടൊരു കറി ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ഒരു ഡ്രൈ ആയിട്ടുള്ളൊരു കറി മാങ്ങയിലിട്ട് നമുക്കൊന്ന് മാങ്ങയിലിട്ടിട്ട് ഇതിനെ കൊണ്ടൊരു ഡ്രൈ കറി ഉണ്ടാക്കാൻ നോക്കാം ചപ്പാത്തിക്ക്. ഇനി വേണ്ടുന്ന സാധനങ്ങൾ ഇന്ന് കയ്പ്പക്ക എടുത്ത് 2 ചെറിയ ഉള്ളി, മീഡിയം ആയിട്ടുള്ള ഉള്ളി, ഇഞ്ചി ഒരു കഷ്ണം, പച്ചമുളക്, വെളുത്തുള്ളി, 2 മാങ്ങ, പച്ചമാങ്ങ, ഉപ്പ്, പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി. പിന്നെ വേണ്ടുന്നത് കുറച്ച് ഓയിൽ വേണം. അതിൽ തന്നെ നമുക്ക് ഈ കയ്പ്പക്കേൻ്റെ മുകളിലുള്ള ഈ സാധനം ചെത്തി ഇങ്ങനെ ഇടുക. പാവക്കൻ്റെ മുകളിൽ നിന്ന് ചെത്തിയിട്ടാണ്. അതിൽ കുറച്ച് ഉപ്പിടുക. ഉപ്പിട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് വെക്കുക. ഇതിൻ്റെ കുറച്ച് കയ്പ്പ് കളയാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ നടുവ് പകുതി ഇതാക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള കളയാം, കുരു കളയാം. അതിൻ്റെ ഇപ്പോൾ ഈ പാവക്കൻ്റെ വെള്ളത്തിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളെടുത്ത് കുരു നമ്മളെടുത്ത് കളഞ്ഞു. ഇനി വേണ്ടുന്നത് ഈ പാവക്കൻ്റെ മുകളിലും നല്ലോണം ഉപ്പ് ഉള്ളിലും പുറത്തുമായിട്ട് പരക്കി വെക്കുക. അതിൻ്റെ കയ്പ്പ് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇങ്ങനെ മിക്സ് ചെയ്ത് ഇങ്ങനെ പെരക്കിയിട്ട് ഒരു 10-15 മിനിറ്റോളം ഇങ്ങനെ വെക്കുക രണ്ടും. അതിൻ്റെ ഒന്ന് കയ്പ്പ് വെള്ളം ഇങ്ങനെ ഊരിപ്പോയിക്കോളും. ഉള്ളി വളരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്യാം. ഇഞ്ചി ഇതേപോലെ വളരെ ചെറിയ പീസായിട്ട് ചോപ്പ് ചെയ്ത് വെക്കണം. പച്ചമുളകും ചോപ്പ് ചെയ്തെടുക്കുക. വെളുത്തുള്ളി അതേപോലെ. പച്ചമാങ്ങ മുകളിൽ ഫ്രൈ ചെയ്ത് ഇതൊരു 10-12 മിനിറ്റോളായി. നല്ലോണം ഒന്നും കൂടി ഇറക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം കഴുകുക. അതുപോലെ ഇതും നല്ലോണം കഴുകുക. 2-3 വെള്ളത്തിൽ ചെതുക്കി വെച്ച മാങ്ങ, പച്ചമാങ്ങ, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഉള്ളി, പച്ചമുളക്, ഇത് പാവക്കൻ്റെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 2 ടീസ്പൂൺ, മസാല 1 ടീസ്പൂൺ. സാധനങ്ങളിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. നല്ലോണം മിക്സ് ചെയ്യണം. ഉള്ളിൻ്റെ വെള്ളമെല്ലാം പുറത്തേക്കണം. ഒരു 5-10 മിനിറ്റ് അതങ്ങനെ ഒന്ന് പിടിക്കട്ടെ. ഇതിനിപ്പം ചെയ്യേണ്ടത് ഈ മിക്സ് ചെയ്ത് വെച്ച സാധനം നമ്മളെ പാവക്കേൻ്റെ നടുവിലേക്ക് നിറയ്ക്കുക.
ഇത് നമ്മൾ തുന്നുന്ന നൂല്, തയ്യലിനെല്ലാം എടുക്കുന്ന നൂല്. ഇതിനകത്തുനിന്നൊരു കഷ്ണം എടുത്തിട്ട് നീളത്തിലെടുത്ത് കെട്ടുക, ഇളകി പോവാതെ വിധത്തിൽ. അതേപോലെ അടുത്തത് നടക്കുക. കുക്ക് ചെയ്തെടുക്കണം. കുറച്ച് കുക്കിംഗ് ഓയിൽ ഒഴിക്കുക. നമ്മളെ പവക്ക ചെറിയ രീതിയിൽ അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ ചുട്ടെടുക്കണം. ഇത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. പാവക്ക ആയിട്ടുണ്ട്. അപ്പം ഇങ്ങോട്ടേക്ക് നമുക്ക് മാറ്റി വെക്കാം. എൻ്റെ പേര് സ്റ്റഫ്ഡ് പാവക്ക എന്നാണ്. ഇപ്പം സ്റ്റഫ്ഡ് പാവക്ക റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ പണ്ട് നോർത്ത് ഇന്ത്യയിലുള്ള സമയത്ത് കഴിച്ചതായിരുന്നു. നേരെയുള്ള ഒരു ടേസ്റ്റ് ഇപ്പോൾ മനസ്സിലുണ്ട്. ആ ഒരു ഇതിൻ്റെ അകത്ത് ഓർമ്മയിൽ ഞാൻ ഉണ്ടാക്കിയിട്ട് കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് ഉണ്ട്. പാവക്ക പൊതുവെ അങ്ങനെ ആലോചിച്ചാലും കയ്പ, എന്നാലും കയ്പ് തീരെ പിടിക്കാത്തവർക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കുഴപ്പമില്ലാണ്ടാണ്.